For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണത്തിനായി മുഖ്യമന്ത്രിയെ വിളിപ്പിച്ച വിവരം ട്വീറ്റ് ചെയ്ത ഗവർണറുടെ നടപടിയെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗവർണറുടെ നടപടി ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് കോടിയേരി പാർട്ടി പത്രത്തിലെഴുതിയ ലേഖനത്തിൽ പറയുന്നു. സംസ്ഥാന ഭരണത്തിൽ തലയിട്ട് ഭരണഘടനാ വിരുദ്ധമായി ഭരണം നടത്താൻ സംസ്ഥാന സർക്കാർ മറ്റാരെയും അനുവദിക്കില്ല. ഈ വിഷയത്തിൽ ഉപദേശകന്റെ റോൾ മാത്രമാണ് ഗവർണർക്കുള്ളത്. തിരുവനന്തപുരത്ത് സമാധാനം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിക്കുകയും മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്താതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് സൃഷ്ടിക്കുന്ന വിവാദം ചെറുതാകില്ലായിരുന്നുവെന്നും കോടിയേരി പറയുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ രാജ്ഭവനിൽ സമ്മൺ ചെയ്തെന്ന് ഗവർണർ ട്വീറ്റ് ചെയ്തത് ജനാധിപത്യ വ്യവസ്ഥയെയും ഫെഡറൽ സംവിധാനത്തെയും ദുർബലപ്പെടുത്തുന്ന സമീപനമായി പോയി. അത്തരമൊരു ട്വിറ്റർ സന്ദേശം ഗവർണർ ഒഴിവാക്കേണ്ടതായിരുന്നു. കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമാണ്. BJPയും RSSും CPMനെതിരെ അക്രമം തുടങ്ങിയിട്ട് നിരവധി പതിറ്റാണ്ടുകളായി. അതുകൊണ്ടാണ് കേരളത്തിൽ പലപ്പോഴും സംഘർഷമുണ്ടാകുന്നത്. CPMനെയും RSSനെയും ഒരു നാണയത്തിന്റെ രണ്ട് വശമായി ചിത്രീകരിച്ച് അക്രമകാരികളും വിനാശകാരികളുമായ സംഘപരിവാറിനെ വെള്ളപൂശുന്നത് കൊടിയ പാതകമാണെന്നും കോടിയേരി ലേഖനത്തിൽ പറയുന്നു. തിരുവനന്തപുരത്തെ അക്രമ സംഭവങ്ങളെ തുടർന്ന് ഗവർണർ P. സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജ്ഭവനിൽ വിളിച്ചുവരുത്തി വിശദീകരണം ചോദിച്ചിരുന്നു. ഇപ്രകാരം വിളിച്ചുവരുത്തിയതും വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പോയതും നിരവധി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വിശദമാക്കിയത്. അപ്പോൾ ഗവർണറെ വിമർശിച്ച് കോടിയേരി രംഗത്തെത്തിയിരിക്കുകയാണ്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.